ലോകാവസാനത്തിന്റെ അവസാന സമയങ്ങളും അടയാളങ്ങളും വളരെ കാലമായി ഒരു ചൂടുള്ള ചർച്ചാ വിഷയമാണ്. അപ്പോക്കലിപ്സ്, അർമഗെദ്ദോൺ എന്നീ ആശയങ്ങളെ പലരും വിശ്വാസത്തിലെടുത്തിരിക്കുന്നു. സുരക്ഷിതമായ വീടുകളും ഭക്ഷണ സംഭരണ കേന്ദ്രങ്ങളുമായി ലോകാവസാനത്തിനായി ചില ആളുകൾ കാത്തിരിക്കുന്നു എന്ന വസ്തുതയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ബൈബിളിൽ ലോകാവസാനം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. എതിർക്രിസ്തുവിന്റെ ഉദയം, മഹാകഷ്ടകാലം, കള്ളപ്രവാചകന്മാരുടെ ഉയർച്ച, വഞ്ചന, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ ഉണ്ടാകുമെന്ന് ബൈബിളിൽ പറയുന്നു. ബൈബിളിലെ ഈ വചനങ്ങൾ ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണെങ്കിലും ലോകാവസാനം ഉടനെയുണ്ടാകില്ലെന്നും ബൈബിളിലുണ്ട്. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും തീയാൽ നശിപ്പിക്കപ്പെടും. ഭൂമിയിൽ ജീവനുള്ള ഒന്നും ഉണ്ടാകില്ല. ഇത് ഔദ്യോഗികമായി ലോകാവസാനമായിരിക്കും. ഇങ്ങനെയാണ് ബൈബിളിലെ വചനങ്ങൾ. മാത്രമല്ല, എല്ലാം നശിച്ചതിനു ശേഷം ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ പോകുന്നുവെന്നും ബൈബിളിൽ പറയുന്നുണ്ട്.